പ്രാർത്ഥിക്കാം. സ്നേഹന ദൈവമേ, സ്വർഗപിതാവേ, വീണ്ടും കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന കർത്താവേ, ഈ രാത്രികാലവും കർത്താവേ ഞങ്ങളോട് ദയ തോന്നുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കുട്ടി വരുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ചെറിയ കൂട്ടത്തോട് കർത്താവേ ദയ തോന്നുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ, അടിയങ്ങൾ കർത്താവ് കുറ്റങ്ങളും ഉള്ളവരാണ് കർത്താവെ. എന്നാൽ കർത്താവെ, അവിടുത്തെ രക്തത്താൽ ഈ രാത്രികാലവും ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് പറഞ്ഞയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനായി സ്തോത്രം. വരാൻ സാധിക്കാതെ പോയ മക്കൾക്കായി സ്തോത്രമായിരിക്കുന്നതൊക്കെ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങ് തന്നെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വചനം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ മാത്യൂസ് ഗോസ്പൽ 7:14. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. നമ്മൾ പാട്ടുപാടിയപ്പോൾ പാടുകയുണ്ടായി, അങ്ങയുടെ വഴി കണ്ടെത്തുവാൻ തൊക്കണം കർത്താവേ, ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കുമാറാകണമേ എന്നുള്ള പാട്ടൊക്കെ നമ്മൾ പാടുമ്പോൾ ഏത് വഴിയാണ് നമുക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഏത് വഴിയാണ് നമ്മളെ നടപ്പാനായിട്ട് പ്രേരിപ്പിക്കുന്നത്? സാധാരണ മാനുഷികമായിട്ടുള്ള ബുദ്ധി വെച്ച് നോക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ മനുഷ്യരും ഇഷ്ടപ്പെടുന്ന ഒരു വഴി, അത് ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ വളരെ ചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേ ആണ്. എന്നൊരിൽ ഒരു 6 ലൈൻ 7 ലൈൻ 10 ലൈൻ ഹൈവേ ഉണ്ടെന്നൊരിൽ അത് പോകാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. നാം ഒക്കെയും ഈ ലോകത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അതാണ്. ഏറ്റവും അല്ലെന്നൊരിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ വഴി സുഗമമായിട്ട് എങ്ങനെ പോകാൻ പറ്റും, ആ വഴി നാം തിരഞ്ഞെടുക്കും ലോകത്തിലെ അല്ലെന്നൊരിൽ നമ്മളുടെ ഓരോ ജീവിതത്തിലെ മുൻപോട്ട് പോകുമ്പോൾ. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, തൻ്റെ ശിഷ്യന്മാരോട് പറയാണ്, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ, അതിനൊരു വഴിയുണ്ട്, അതിനൊരു വാതിലുണ്ട്. ഇവിടെ ഈ വഴി കാണുന്നതിന് മുമ്പ് തന്നെ കർത്താവ് പറയുന്നത് അതിനൊരു വാതിലുണ്ട്, ജീവങ്കിലേക്ക് പോകുന്ന ഒരു വാതിൽ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വഴിയെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ വാതിൽ, ജീവങ്കിലേക്ക് പോകുന്ന വാതിലിന് അതിനൊരു പ്രത്യേകതയുണ്ട്. അത് ഇടുക്കവും ഞെരുക്കവുമുള്ളതാണ്. അത് ഇടുക്കമുള്ളൊരു വാതിലാണ്. അപ്പോൾ ഇടുക്കമുള്ളൊരു വാതിലെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് വിശാലമായിട്ട് നമുക്ക് നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ വിശാലമായിട്ട് നമുക്ക് പോകണമെന്ന് വരിയിൽ നല്ല വിശാലമായിട്ടുള്ള ഒരു വാതിൽ തന്നെ വേണം. നമ്മുടെ ആഗ്രഹം അതാണ്. എന്നാൽ യേശു കർത്താവ് പറയുന്നു, ഒരു വാതിലുണ്ട്, അത് ഇടുക്കമുള്ളൊരു വാതിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ വഴിയിലോട്ട് ഇറങ്ങുമ്പോഴോ അത് ഞെരുക്കമുള്ള വഴിയുമാണ്. വളരെ ചുരുക്കമായിട്ട് പറഞ്ഞാൽ നാം ആരും തിരഞ്ഞെടുക്കാത്ത ഒരു വഴിയാണ്. എന്നാൽ കർത്താവ് പറയുന്നു, ഈ വഴിയിലൂടെ കടന്ന് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ജീവനിലേക്കുള്ള വാതിൽ നിങ്ങൾക്ക് തുറന്നു കിട്ടുവാനിടയായിത്തീരും. ജീവനിലേക്ക് പോകുവാനായിട്ട് താല്പര്യമുണ്ടോ എങ്കിൽ ഈ ഇടുക്കമുള്ള വാതിലിലൂടെ കടന്ന് ഈ ഞെരുക്കമുള്ള വഴിയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകാൻ. ഇപ്പം എവിടെയും അതിൻ്റെ 13-ാമത്തെ വചനത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ വേറെ ഒരു വാതിലും ഒരു വഴിയും കാണുന്നുണ്ട്. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാണ്. ഇവിടെ വേറൊരു വഴിയെ പറയുകയാണ്, ഒരു വാതിലും കാണിക്കുകയാണ്. അത് ആ വാതിൽ വിശാലമാണ്, അതിൽ കൂടി കടക്കുന്നവർ അനേകരാണ്. ഇവിടെയും 2 വഴിയും 2 വാതിലും കാണിച്ചതിന് ശേഷം പറയാണ്, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഏത് വഴിയോ ഏത് വാതിൽ വേണോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാൻ ഇത് രണ്ടും, കർത്താവ് അവരോട് പറയുന്നു, ഞാൻ ഇത് രണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുക, നിങ്ങൾ മുൻപോട്ട് പോയിക്കൊള്ളുക. എവിടെയും നോക്കുമ്പോൾ ഈ 2 വ്യത്യസ്തമായിട്ടുള്ള 2 അനുഭവ കഥയിലൂടെയാണ് കർത്താവ് എല്ലാ കാര്യങ്ങളും മുൻപോട്ട്, പഴയ നിയമം തൊട്ട് പുതിയ നിയമം എല്ലാ കാര്യങ്ങളും പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ ഒരുപോലെ പറയുന്നതായിട്ടുള്ള വളരെ അധികം സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ആവർത്തന പുസ്തകം അതിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ മോശ, യഹോവയായ ദൈവം മോശയിലൂടെ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്കൊക്കെ എതിർപ്പിൻ്റെ സ്വരമായിരുന്നു. അവിടെയും അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്.
ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി 30 അതിൻ്റെ 15. ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഈ ജീവനും ഗുണമെന്ന് പറയുമ്പോൾ, സി ഐ ഹാവ് സെറ്റ് ബിഫോർ യു ടുഡേ ലൈഫ് ആൻഡ് പ്രോസ്പെരിറ്റി ആൻഡ് ഡെത്ത് ആൻഡ് അഡ്വേഴ്സിറ്റി. ഇതാ നിനക്ക് പ്രോസ്പെരിറ്റിയും ലൈഫും ഒരു സ്ഥലത്ത് കാണിക്കുകയും അതോടൊപ്പം തന്നെ വേറൊരു വഴിയുണ്ട്, അവിടെ മരണവും, അത് ഡെത്ത് ആൻഡ് അഡ്വേഴ്സിറ്റി, മരണവും ദോഷകരമായ കാര്യങ്ങൾ. ഇവിടെയും ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുക. ഒന്ന്, ജീവനിലേക്ക് പോകുന്നത്, ജീവനും പ്രോസ്പെരിറ്റിയുമായിട്ടുള്ള സമ്പന്നതയിലേക്ക് കടന്നിക്കൊണ്ട് പോകുവാനായിട്ടും, എന്നാൽ മരണവും ദോഷകരവുമായിട്ടുള്ള വേറൊരു വഴിയും അവിടെ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം പഴയ നിയമ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഏലിയ പ്രവാചകനെക്കുറിച്ച് കാണുന്നുണ്ട്. ഏലിയ പ്രവാചകന് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഫസ്റ്റ് കിങ്സ് അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രയേലിൽ ഒരു രാജാവ് വാണിരുന്നു. അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ ഫസ്റ്റ് കിങ്സ് 16:28 ഓൺവേർഡ്സ് ആണ്. 28-ാം വചനം തൊട്ട് താഴേക്ക് വരുമ്പോൾ യഹൂദ, അതിൻ്റെ 29-ാമത്തെ വചനം, യഹൂദ രാജാവായ ആസയുടെ 38-ാം ആണ്ടിൽ ഓമ്രിയുടെ മകനായ ആഹാബ് ഇസ്രയേൽ രാജാവായി. ഓമ്രിയുടെ മകനായ ആഹാബ് ശമരിയയിൽ ഇസ്രയേലിനെ 22 സംവത്സരം വാണു. 22 വർഷം ഇസ്രയേലിനെ ഭരിച്ച ഒരു രാജാവായിരുന്നു ഈ ആഹാബ് എന്ന് പറയുന്ന രാജാവ്. അവന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. അതിൻ്റെ 30-ാമത്തെ വചനത്തിൽ, ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളിലും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളതെന്ന് ചെയ്തു. നേബാത്തിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോന്യ രാജാവായ എത്ബാലിൻ്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കും, ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരുന്ന മറ്റ് രാജാക്കന്മാർക്ക് ഉപരിയായിട്ട് ദൈവത്തെ കോപിപ്പിപ്പാനായിട്ട് തുനിഞ്ഞിറങ്ങിയ ഒരു രാജാവായിരുന്നു ആഹാബ്. അവന് ദൈവത്തെ ത്യജിച്ചു കളയുന്നത് മാത്രമല്ല, അവൻ വീണ്ടും ഇസബേൽ എന്ന ഒരു ഭാര്യയെ സ്വീകരിച്ചതിന് ശേഷം അവളുടെ ക്ഷേത്രത്തിലേക്ക് ചെന്ന് അവളോട് കൂട്ടായ്മ ആചരിച്ച് അവൾ പറയുന്ന വഴിയിലൂടെ ബാൽ വിഗ്രഹത്തെ നമസ്കരിപ്പാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട ഒരു രാജാവാണ് ഈ ആഹാബ് രാജാവ്. അതിൻ്റെ 33-ാം വചനത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ആഹാബ് ചെയ്ത ഒരു കാര്യമുണ്ട്. ആഹാബ് ഒരു അശേര പ്രതിഷ്ഠയും ഉണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കോപിപ്പിപ്പാൻ തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാർക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. അധികം ദൈവത്തെ വെറുപ്പിപ്പാനായിട്ടും ദൈവത്തോട് എതിർത്ത് നിൽപ്പാനും, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ കൽപ്പനകൾ പ്രമാണിക്കാതെ എങ്ങനെ ഏറ്റവും അധികം ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിപ്പാൻ പറ്റുമോ അങ്ങനെ പ്രവർത്തിച്ച ഒരു രാജാവായിരുന്നു ഈ ആഹാബ് രാജാവ്. ഈ ആഹാബ് രാജാവിൻ്റെ കാലത്താണ് എലിയ പ്രവാചകനെ ദൈവം അയക്കുന്നത്. എലിയ പ്രവാചകന് ഈ അഹാബ് രാജാവിനെ കാണുവാനായിട്ട് താഴെ വരുന്ന പിന്നെ സംഭവ കഥകളാണ് പിന്നെ താഴെയിട്ട്. എലിയ പ്രവാചകൻ വരുമ്പോൾ അവിടെ എലിയ പ്രവാചകൻ പറഞ്ഞു, ഇനിയും ശമരിയയിൽ ഞാൻ പറയാതെ മഴ പെയ്യുകയില്ല. അങ്ങനെ 3 സംവത്സരം മഴയില്ലാതെ ആ രാജ്യത്ത് ഒരു എല്ലാ മൃഗങ്ങളൊക്കെയും ചാകുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ആരാണിത് ഇങ്ങനെ കൽപ്പിച്ചത്, ഇത് പറഞ്ഞതെന്ന് രാജാവ് അന്വേഷിച്ചപ്പോൾ ഏലിയാവ് എന്ന പ്രവാചകനാണെന്ന് ആരോ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ ഏലിയ പ്രവാചകനെ പിടിപ്പാനായിട്ട് പിന്നീട് തത്രപ്പാടോടെ ഓടുന്ന ഈ രാജാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഏലിയ പ്രവാചകനെ ദൈവം സൂക്ഷിച്ച് മുൻപോട്ട് നടത്തുന്ന കാര്യങ്ങളൊക്കെയുമാണ് താഴേക്ക് വരുന്നത്. വീണ്ടും അതിൻ്റെ 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 18-ാം അധ്യായത്തിൽ വീണ്ടും ദൈവം ഏലിയാവിനോട് കൽപ്പിക്കുന്നു, നീ വീണ്ടും ഈ അഹാബ് രാജാവിനെ ചെന്ന് നിൻ്റെ രാജാവിൻ്റെ സന്നിധിയിലേക്ക് നീ കടന്നു ചെല്ലുക. അങ്ങനെ കടന്നു ചെല്ലുവാനായിട്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് അഹാബ് രാജാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ഏലിയ പ്രവാചകൻ ഇറങ്ങി പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെട്ടു അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ആഹാബ് രാജാവ് ഏലിയാവിനെ കണ്ടുമുട്ടുന്നതായിട്ട് കാണും. അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 17-ാം വചനം, ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട്, ആരിത് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിൻ്റെ പിതൃഭവനവും അത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ടത്രേ. എലിയ പ്രവാചകന് രാജാവിനോട് നേരിട്ട് തന്നെ പറയുകയാണ്, ഞാനല്ല ഇസ്രായേൽ മക്കളെ കഷ്ടപ്പെടുത്തുന്നത്, നീ തന്നെയാണ്. നിൻ്റെ പ്രവൃത്തി മൂലമാണ് ഈ രാജ്യം മുഴുവനും കഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. എന്നാൽ 19 എന്നാൽ ഇപ്പോൾ ആളയച്ച എല്ലാ ഇസ്രായേലിനെയും ബാലിൻ്റെ
450 പ്രവാചകന്മാരെയും ഇസബേലിൻ്റെ മേശമേൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ കൂട്ടിവരുത്തുക. രാജാവിനോട് പ്രവാചകൻ പറയുകയാണ്, എന്നാൽ ഒരു കാര്യം ചെയ്യുക, ആരാണ് ഇവിടെ ഈ രാജ്യത്തെ ഈ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നീ ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ ആളയച്ച് നിൻ്റെ ഇസ്രായേലിലുള്ള എല്ലാ ബാൽ വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ അതിനെ അവരുടെ ബാൽ വിഗ്രഹത്തിൻ്റെ പ്രവാചകന്മാരെ 450 പ്രവാചകന്മാരെയും ഇസബേലിൽ ഭക്ഷണം കൊടുത്ത് പോറ്റുന്ന വേറെ 400 അശേര പ്രവാചകന്മാരുമുണ്ട്, ഇവരെയൊക്കെ നീ കൂട്ടിവരുത്തുക, നീ കർമ്മേൽ പർവ്വതത്തിലേക്ക് കൂട്ടിവരുത്തുക എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അഹാബ് രാജാവ് ഈ ബാൽ വിഗ്രഹങ്ങളെ അവരുടെ 450 പ്രവാചകന്മാരെയും ഇസബേലിൻ്റെ അശേര പ്രതിഷ്ഠകളെ ശുശ്രൂഷിക്കുന്ന 400 പ്രവാചകന്മാരെയൊക്കെയും കൂട്ടി കർമ്മേൽ പർവ്വതത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ പറയുന്നുണ്ട്, അവിടെ ഏലിയാവ് അവരുടെ മുമ്പാകെ ചെന്ന ശേഷം പറയുകയാണ് അതിൻ്റെ 29. അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളെയും അടുക്കൽ ആളയച്ച് കർമ്മേൽ പർവ്വതത്തിൽ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. അപ്പോൾ ഏലിയാവ് അടുത്ത് എന്ന് സർവ്വജനത്തോടും നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? ഏലിയ പ്രവാചകന് ഈ കൂടി വന്ന ഈ ജനങ്ങളോട് സഭയോട് പറയുകയാണ്, ഇത് എൻ്റെ മുമ്പാകെ നിങ്ങൾ നിൽപ്പുണ്ട്, 450 പ്രവാചകന്മാരും ഞാൻ ഒറ്റയ്ക്കും ഇവിടെ നിൽക്കുകയാണ്. ഒരു കാര്യം ചെയ്യുക, അതിൻ്റെ 21-ാം വചനത്തിൽ ഇസ്രായേൽ മക്കളോട് പറയാണ്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? ഒരിക്കൽ പോലും നമുക്കറിയാം, ബോട്ടിലൊക്കെ അല്ലെങ്കിൽ ബോട്ടിലല്ല, സാധാരണ ഈ വള്ളത്തിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ളവർക്കറിയാം, നമ്മളാരും അതിന് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരല്ല. 2 വള്ളത്തിൽ ഒരുമിച്ച് കാല് വെച്ചിട്ട് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഒന്നിലെ വെള്ളം ആ വള്ളം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാറിക്കഴിഞ്ഞാൽ ആൾ വെള്ളത്തിലേക്ക് വീഴുകയുള്ളൂ. ഒരിക്കൽ പോലും 2 തോണിയിൽ ഒരുമിച്ച് കാല് വെച്ചിട്ട് 2 കാലും ഓരോ കാലം അങ്ങനെ വെച്ചിട്ട് 2 തോണിയിൽ സഞ്ചരിപ്പാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ പ്രവാചകൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് വെച്ചുകൊണ്ട് സഞ്ചരിപ്പാനായിട്ട് ഇടയായിത്തീരും? എന്താണത് പറയുന്നത്? അഹാബ് രാജാവിനോട് തന്നെയാണ് പറയുന്നത്. അതായത് നീ ദൈവത്തിൻ്റെ വചനം അനുസരിപ്പാനായിട്ടും നീ അനുസരിക്കേണ്ടവനാണ്. എന്നാൽ നീ ബാൽ വിഗ്രഹത്തിനെ അന്വേഷിച്ചുകൊണ്ട് നീ അശേര പ്രതിഷ്ഠകളെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവത്തിനെതിരായിട്ട് കടന്നു പോകുമ്പോൾ നീ വിചാരിക്കുന്നുണ്ടോ ദൈവം നിനക്ക് അനുകൂലമായിട്ട് നിൽക്കുമെന്ന്? അവിടുത്തെ ജനങ്ങളോടും പറയുകയാണ്, ഒരിക്കൽ പോലും ദൈവം അത് അനുകൂലമായിട്ട് നിൽക്കുകയില്ല, ദൈവം നിങ്ങൾക്ക് പ്രതികൂലം തന്നെയാകും. കാരണം എന്താണ്? നിങ്ങളിപ്പോഴും 2 തോണിയിൽ കാൽ വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ ഒരിക്കലും അത് ദൈവം അനുവദിക്കുകയില്ല, അത് ദൈവം അംഗീകരിക്കുകയില്ല എന്ന് വ്യക്തമായിട്ട് പ്രവാചകനിലൂടെ അഹാബ് രാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ്. നമ്മുടെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അതാണോ ശരി, ഇതാണോ ശരി, ഏതാണ് എൻ്റെ വഴി നാം തിരഞ്ഞെടുക്കേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കും ചിലപ്പോൾ 2 ഇരിക്കട്ടെ. ഒരിക്കൽ ഇവിടെ നടന്ന സംഭവം തന്നെയാണ്. ഞങ്ങളോടൊക്കെ ഒരുമിച്ചൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. വളരെ നല്ല ഫാമിലിയാണ്, ക്രിസ്തീയ ഫാമിലിയാണ്. ഞങ്ങൾ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളിലൊക്കെയും പങ്കെടുക്കുന്നത്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ആ സഹോദരി എന്തോ അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയും ഏർപ്പെടുകയും ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതാകുകയും ചെയ്തു. അങ്ങനെ സ്വരച്ചേർച്ച ഇല്ലാതാകുകയും ചെയ്തപ്പോൾ അവർക്കും അല്ലെന്നൊരിൽ ആ സഹോദരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ടും കുറേ ആൾക്കാരുണ്ടായി, സഹോദരനും പറഞ്ഞു കൊടുക്കാനായിട്ട് കുറച്ച് ഗ്രൂപ്പുണ്ടായി. അപ്പോൾ ഇവരെ തമ്മിൽ തെറ്റിപ്പാനായിട്ട് ഈ പറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങളൊക്കെയും അവരുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അവർ അന്യോന്യം പോരടിപ്പാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞു, നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞു. അവർ നാട്ടിലേക്കൊക്കെ പോവുകയും അല്ലെന്നൊരിൽ മാറി താമസിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു ഗതി വന്നപ്പോൾ ഒരിക്കൽ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഞങ്ങളവിടെ ചെന്നു. വളരെയധികം സമയങ്ങൾ, മണിക്കൂറുകളെടുത്ത് കാര്യങ്ങളൊക്കെയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ചോദിച്ചു, ദൈവത്തെ അറിഞ്ഞ അല്ലെങ്കിൽ ദൈവത്തെ വിളിക്കുന്ന ഒരു ഭവനമല്ലേ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? എനിക്ക് വന്ന വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല ഇതിനെക്കുറിച്ച്, വചനത്തെക്കുറിച്ചൊന്നും. അപ്പോൾ ആ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്, ആരറിഞ്ഞു എവിടുന്നാണ് സഹായം കടന്നു വരിക എന്ന്? അതുകൊണ്ടാണ് ഞാൻ ഈ കൈനോട്ടക്കാരല്ല എന്തായാലും പറയുന്നത്, അങ്ങനെ പ്രവാചകന്മാരുടെ അടുത്തൊക്കെയും പോയിട്ട് ഈ കാര്യങ്ങളൊക്കെയും ഞാൻ ചെയ്തു. അത് ദൈവവചനപ്രകാരം തെറ്റല്ലേ? ആരറിഞ്ഞു എവിടുന്നാണ് സഹായം ലഭിക്കുക എന്നുള്ളത്? ചിലപ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ അവരിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാലോ അത് നമുക്ക് സ്വീകരിച്ചുകൂടെ? എന്നോട് പറഞ്ഞൊരു കാര്യമാണത്. അങ്ങനെയും ചിന്തിച്ചുകൊണ്ട്
മുൻപോട്ട് പോകുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്താണെന്ന് വ്യക്തതയില്ലാതെ, എവിടെ നിന്ന് സഹായം ലഭിക്കുമെന്ന് അറിയാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും സഹായം ലഭിക്കുമോ എന്നുള്ള അന്വേഷണത്തിൽ നമ്മൾ ഓടുമ്പോൾ നാം ദൈവത്തെ ത്യജിച്ച് കളയുവാനായിട്ട് ഇടയായി. ഇവിടെ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങനെ രണ്ട് തോണിയിൽ കാല് വെച്ചുകൊണ്ട് ദൈവവചനം അനുസരിപ്പാനും ദൈവത്തെ നമുക്ക് പിൻപറ്റുവാനോ സാധിക്കില്ല. തീർച്ചയായിട്ടും ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കിയിരിക്കുന്നത് ദൈവത്തെ തന്നെ പിൻപറ്റുവാനും അവനിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ആ വചനത്തിൽ നിലനിൽപ്പാനുമായിട്ടുമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എവിടെയും ഞാൻ പറഞ്ഞു വന്നത്, എവിടെയും നമുക്ക് ഈ രണ്ട് വഴികൾ, വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വഴികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വചനത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞു. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, മാത്യൂസ് ഗോസ്പൽ 25:46, അതിൽ പറയുന്നുണ്ട്, ഇവർ രണ്ട് കൂട്ടത്തെ കാണുവാനായിട്ട് സാധിക്കും. ഒരു കൂട്ടർ നിത്യദണ്ഡനത്തിലേക്ക് കടന്നു പോകുന്നവരും വേറൊരു കൂട്ടർ നിത്യജീവങ്കിലേക്ക് കടന്നു പോകും. അവിടെയും ഒരു കൂട്ടരെ കർത്താവ് പറയുകയാണ്, അവർ നിത്യദണ്ഡനത്തിലേക്ക് കടന്നു പോകുന്നവരാണ്. എന്നാൽ വേറൊരു കൂട്ടരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അവർ നിത്യജീവനിലേക്ക് കടന്നു പോകും. അവരെങ്ങനെയാണ്? അവർ രണ്ടുപേരും ഒരുമിച്ച് കടന്നു വന്നവരല്ല. അവർ വ്യത്യസ്തമായിട്ടുള്ള വഴികളിൽ സഞ്ചരിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടോടെ കർത്താവിനെ കണ്ടുകൊണ്ട് തന്നെ ഇറങ്ങിത്തിരിച്ചവരാണ്. എന്നാൽ ഒരു കൂട്ടർ അവർ വ്യത്യസ്തമായ വഴിയിൽ സഞ്ചരിച്ചു, ദൈവത്തെ ത്യജിച്ച് കളഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മോഹങ്ങളെ കൂടുതലായിട്ട്, ഇമ്പത്തെ കൂടുതലായിട്ട് സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോയപ്പോൾ അവർക്ക് ദൈവത്തെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇടയായി തീർന്നില്ല. അവർ നിത്യദണ്ഡനത്തിലേക്ക് കടന്നു പോകാൻ ഇടയായിത്തീരും. ഒരു കൂട്ടർ നിത്യജീവനിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായിത്തീരും. നാം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 29-ാം വചനത്തിലേക്ക് വരുമ്പോൾ, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യാനുള്ള നാഴിക വന്നുമിരിക്കുന്നു. നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരെയും തമ്മിൽ അവിടെയും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കൂട്ടരെ രണ്ട് വഴിയിലൂടെ കാണിക്കുകയാണ്. നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് കടന്നു പോകാൻ 6-ാം അധ്യായത്തിൻ്റെ 8-ാം വചനത്തിലെ ഗലേഷ്യൻസ് 6:8, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ അവകാശമാക്കും. അപ്പോൾ ഇവിടെയും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജഡത്തിൽ നിന്നും അല്ലെങ്കിൽ ആത്മാവിൽ നിന്നും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഈ കാര്യങ്ങളൊക്കെയും എവിടം വരെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്? നമ്മളുടെ മരണം വരെ. ആ മരണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിപ്പൻറ്റൻസിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരില്ല. മാനസാന്തരത്തിനുള്ള അവസാന വഴി നമ്മൾ മരിക്കുന്നതിന് മുമ്പായിട്ട്, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പായിട്ട്, ഏത് സമയവും കർത്താവിൻ്റെ ആ വിളിയിൽ നമ്മൾ അനുസരണത്തോടെ മുൻപോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് മാനസാന്തരപ്പെടുവാനായിട്ടുള്ള കർത്താവ് അതിനുള്ള സമയം നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു വാക്യം കൂടെ, ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതെ, മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് മാനസാന്തരം എപ്പോഴാണ്? നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് ശേഷമല്ല നാം മാനസാന്തരത്തിലേക്ക് കടന്നു പോകുന്നത്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് നാം അതിൻ്റെ 13-ാമത്തെ ലൂക്കോസ് ഗോസ്പൽ അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും കുറച്ച് ആൾക്കാരെ കാണിച്ചിട്ട് യേശു കർത്താവ് തന്നെ പറയുകയാണ്, അവിടെ ചില കാര്യങ്ങളൊക്കെയും അവിടെ നടന്നു, ചില സംഭവങ്ങൾ അവിടെ നടന്നു. അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവരോട് അറിയിച്ചു. അതിന് യേശു കർത്താവ് ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കുവാൻ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അവിടെ ചില സംഭവങ്ങൾ നടന്നപ്പോൾ ആ സംഭവങ്ങളെ എടുത്തു പറഞ്ഞപ്പോൾ കർത്താവ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ധരിക്കുന്നുണ്ടോ ആ ഗലീലക്കാർ ഇവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെക്കാൾ എല്ലാവരെക്കാളും പാപികളായി തീർന്നിട്ടാണ് അവരെ അങ്ങനെ അനുഭവത്തിലേക്ക് കടന്നു പോയെന്ന്? അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കാൻ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ, ഇപ്പോൾ കണ്ടില്ലേ കുറേ പേര് മരണത്തിലേക്ക് കടന്നുപോയി, അങ്ങനെ തന്നെ ആയിത്തീരും. വീണ്ടും പറയുകയാണ്, അല്ല, ശീലോഹാമിലെ ഗോപുരം വീണ്ടും മരിച്ചുപോയ ആ 18 പേര് യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നുവെന്ന് തോന്നുന്നുവോ? അല്ലല്ല, കർത്താവ് പറയുന്നു, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ നാം നശിച്ച് നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് ആ വഴിയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. വീണ്ടും അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 22-ാം വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 22-ാം വചനം, അവർ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ഒരുത്തൻ അവനോട്, കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചിട്ട് അവൻ പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവീൻ.
ഇവിടെ ഒരു പോരാട്ടം തന്നെയുണ്ട്. ഇടുക്കുവാതിലൂടെ കടക്കുവാൻ ഒരു പോരാട്ടം. അവിടെ ആദ്യം അങ്ങോട്ട് ചെല്ലുന്ന ഉടനെ ആരെയും അങ്ങോട്ട് സ്വീകരിക്കുകയല്ല. അവിടെ ഒരു പോരാട്ടമുണ്ട്. ആ വാതിൽക്കൽ തന്നെ നമ്മളെ എതിർപ്പാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ആ എതിർപ്പിനെ കടന്നുകൊണ്ട് മാത്രമേ നമുക്ക് ആ വാതിലിലൂടെ അകത്തേക്ക് കടക്കുവാനായിട്ട് സാധിക്കുള്ളൂ. ഒരു പോരാട്ടമുണ്ട്. പലരും കടക്കുവാൻ നോക്കും, കഴിയുകയില്ല താനുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. പലപ്പോഴും നമ്മൾ ഇവിടെയും പറയുകയാണ്, എനിക്ക് ഇടുക്കുവാതിലൂടെയൊക്കെയും കടക്കാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വാതിൽക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ഞാനൊരു പോരാട്ടത്തിൻ്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ആ പോരാട്ടത്തിൽ ഉൾപ്പെടാതെ ഞാൻ പിൻപിലേക്ക് മാറിപ്പോകും. കാരണം എനിക്ക് ആ പോരാട്ടത്തിൽ അതിന് താല്പര്യമില്ല. എനിക്കത് ആ പോരാട്ടത്തെ ജയിക്കാനുള്ള ബലം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ സ്വയമേ പിന്നിലേക്ക് മാറിപ്പോകുന്നത് കൊണ്ട് എനിക്ക് ആ വാതിലിലൂടെ കടക്കുവാനായിട്ട് ഇടയായിത്തീരുകയില്ല. കർത്താവ് എത്ര വ്യക്തതയോടെയാണ് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹമുണ്ടായിരിക്കാം, എന്നാൽ പലപ്പോഴും നമ്മളെ പിന്തിരിക്കുന്നത് ആ പോരാട്ടത്തിന് മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് ആ പോരാട്ടത്തിൽ ജയിക്കാനായിട്ട് എനിക്ക് സാധ്യമല്ല എന്നൊരു തോന്നുമ്പോൾ ഞാൻ പിന്മാറ്റത്തിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായിത്തീരും. ഇവിടെയും കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളല്ല ജയിക്കുന്നത്, ഞാനാണ് നിങ്ങളെ ജയിക്കാൻ വിളിച്ചിരിക്കുന്നത്, ഞാനാണ് നിങ്ങളെ വിളിച്ചിറക്കിയിരിക്കുന്നത്. വിളിച്ചവൻ വിശ്വസ്തനാണെന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടായെങ്കിൽ ഈ പോരാട്ടത്തെ ജയിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കാനായിട്ട് ഇടയായിത്തീരും. വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ, വീട്ടിടവൻ എഴുന്നേറ്റ് കഥ അടച്ച ശേഷം നിങ്ങൾ പുറത്തു നിന്നും കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കതകിന് മുട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. ഇവിടെയും ഇടുക്കുവാതിലൂടെ കടക്കാനായിട്ട് കടന്നു വന്നവർ അവർ പറയുകയാണ്, കർത്താവേ കർത്താവേ എന്ന് വാതിൽക്കൽ മുട്ടുമ്പോൾ കർത്താവ് വാതിൽ തുറക്കാതെ തന്നെ ചോദിക്കുക, നിങ്ങൾ എവിടെ നിന്നുള്ളവരാണ്, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്, എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീരും. താഴേക്ക് വായിക്കുമ്പോൾ അതിൻ്റെ 26-ാം വചനത്തിൽ, അന്നേരം നിൻ്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുവുകളിൽ കൂടി നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും. അവനോ, നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, അനീതി പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുവീൻ എന്ന് പറയും. ഇവിടെയും കർത്താവ് വീണ്ടും ഒരു പടിയുടെ മുൻപോട്ട് കടന്നു എന്ന് പറയും, അനീതി പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുവീൻ എന്ന് പറയും. ഇവിടെയും ഈ ഭൂമിയിൽ നമുക്കായിരിക്കുന്ന തന്നിരിക്കുന്ന ഈ ആയുസ്സിൽ കർത്താവ് തന്നിരിക്കുന്ന ഈ വചനത്തിൽ അടിസ്ഥാനമായിട്ട് അനീതി വിട്ട് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാൻ തക്കണം ഈ രാത്രികാലവും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടു പോകുവിൻ. നാം മാനസാന്തരപ്പെടുവാനായിട്ടുള്ള സമയം നമ്മൾ മരണത്തിന് മുൻപായിട്ട് തന്നെയാണ്. അല്ലെന്നൊരിൽ നമുക്ക് ഏറ്റുപറയുവാൻ അല്ലെന്നൊരിൽ നമുക്ക് ബലവും നാവിന് ശക്തിയും തന്നിരിക്കുമ്പോൾ, ബുദ്ധിയോടെ നമ്മളായിരിക്കുമ്പോൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമ ജീവിതത്തിനായിട്ട് നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നമുക്ക് തിരഞ്ഞെടുപ്പാനായിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ. ആ മറ്റേ വഴി ദൈവം തന്നെ അടച്ചു കളയും. ആ ഒരു വഴി ദൈവം തന്നെ അടച്ചു കളഞ്ഞിട്ട് ആ വാതിലിലൂടെ കടത്തിക്കൊണ്ട് ആ ഞെരുക്കമുള്ള വഴിയിലൂടെ നമ്മെ നടത്തിക്കൊണ്ട് പോകുവാനായിട്ട് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും. അവിടെയാണ് നമ്മൾ ജയത്തിലേക്ക് കടന്നു പോകുന്നത്. അല്ലല്ല, മാനസാന്തരപ്പെടഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. മനസ്സാന്തരമുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് കർത്താവ് നമ്മളെ ഇപ്പോഴും ക്ഷണിക്കുകയാണ്. ആർക്കാണ് ഈ മാനസാന്തരം വേണ്ടാത്തത്? മാനസാന്തരം വേണ്ടാത്ത ചില വ്യക്തികളുണ്ട്. കാരണം ഒന്നുകിൽ മാനസികമായിട്ട് അല്ലെന്നൊരിൽ അവരുടെ ബുദ്ധി ഉറയ്ക്കാത്ത ഒരു വ്യക്തിയോട് പറയുകയാണ് നീ മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊന്നും മനസ്സിലാകുകയില്ല. കർത്താവ് അത് ക്ഷമിച്ചു കൊടുക്കും. അവനെ കർത്താവ് ഒരിക്കൽ പോലും ന്യായവിധിയിലേക്ക് കടത്തിക്കൊണ്ടു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ തന്നെ ശിശുക്കളെ ഒരിക്കൽ പോലും ന്യായവിധിയിലേക്ക് കർത്താവ് കടത്തിക്കൊണ്ട് പോകാത്ത ഒരു കൂട്ടരാണ് ശിശുക്കൾ. കാരണം അവർക്ക് സ്വയമേ അല്ല അവർ ചെയ്യുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ അതങ്ങനെ തന്നെ ഏറ്റെടുക്കുകയാണ്. എന്നാലേ സ്വയമായിട്ട് നമുക്ക് ബുദ്ധിയും കൂർമ്മതയൊക്കെ നമുക്ക് തന്നിരിക്കുമ്പോൾ നാം തന്നെ തിരഞ്ഞെടുക്കേണ്ട വഴിയാണ് ഈ ഞെരുക്കവും ഇടുക്കവുമുള്ള വാതിലും ഈ വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട്. അവിടെ നമ്മെ മുൻപോട്ട് കടത്തിക്കൊണ്ട് പോകുന്നത് ആ ഒരൊറ്റ വഴി മാത്രം, ആ ഒരു വഴി മാത്രമെന്ന് കാണിച്ചു തന്നുകൊണ്ട് കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലത്തിലേക്ക് നടത്തിക്കൊണ്ട് എപ്പോഴാണ് നമുക്ക് ഈ ഒരു ജീവിതത്തും അല്ലെന്നൊരിൽ നമുക്ക് ഇത് തിരഞ്ഞെടുക്കാൻ പറ്റാതെ പോകുന്നത് കർത്താവ് ആ മാനസാന്തരമില്ലാതെ നാം മരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ. എവിടെയാണ് മരണം നമ്മെ പിടിക്കുന്നത്? നാം പാപത്തിലേക്ക് കടന്നു പോകുമ്പോൾ, നാം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിന് ഹിതകരമായിട്ട് ദൈവത്തെ അനുസരിക്കാതെ മുൻപോട്ട് പോകുമ്പോൾ ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് ഇടയായിത്തീരും. ഡിസൊബീഡിയൻസ്, കർത്താവിനോടുള്ള എതിർപ്പോടെ, കർത്താവിനോട് ആ വചനത്തെ അനുസരിക്കാതെ നാം സ്വയമായിട്ട് ആ കാര്യങ്ങളൊക്കെയും തീരുമാനിച്ചു പോകുമ്പോൾ ദൈവത്തെ അനുസരിക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മരണം തന്നെയാണ്. അവിടെ ആ മരണത്തെ ജയിച്ചവനെ, ആ മരണത്തെ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളയുവാൻ തക്കോണം
ആ രക്തത്തിൻ്റെ വിലയെ നാം മനസ്സിലാക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏത് സമയവും നമുക്ക് ആ ബുദ്ധിയുള്ളപ്പോൾ തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടെ ആയിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് കർത്താവ് നമ്മെ മാനസാന്തരത്തിലേക്ക് നടക്കും. നമ്മൾ ഈ രാത്രികാലവും അങ്ങനെ തന്നെ ആയിരിക്കാനായിട്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. നമ്മൾ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 12-13 വചനത്തിൽ നാം വായിക്കുന്നത് റോമൻസ് 8:12-13. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. സഹോദരന്മാരെ, ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് നാം ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഇവിടെ ഒരു മരണം നിശ്ചയമായിട്ടുണ്ട്. കാരണം ഏതാണത്? നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ അത് മരണത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. അത് നിശ്ചയം തന്നെയാണ്. പൗലോസ് പറയുകയാണ് അതിന് പക്ഷേ നല്ല ഷുവറാണ്, നിങ്ങൾ മരിക്കും നിശ്ചയമെന്നാണ് പറയുന്നത്. എന്നാൽ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നമുക്ക് ഈ രാത്രികാലം കർത്താവെ ആ ജീവനിലേക്ക് കടന്നു പോകാൻ തക്കണം, ആ വഴി തിരഞ്ഞെടുപ്പാൻ തക്കണം. കർത്താവെ ഞങ്ങൾക്ക് ബുദ്ധി തെരുമാറാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ബുദ്ധിയോടെ ആയിരിക്കുമ്പോൾ തന്നെ നാം വഴി തിരഞ്ഞെടുക്കുന്നവരും ആ വഴിയെ മുൻപോട്ട് പോകുന്നവരുമായി തീരുവാനായിട്ട് കർത്താവ് ഈ രാത്രികാലവും നമ്മെ സഹായിക്കട്ടെ. നാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 8-ാം വചനത്തിലേക്ക്, ജഡത്തിൽ വിതയ്ക്കുന്നവന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവന് നിത്യജീവനെയും കൊയ്യും. ഇവിടെയും 2 വചനം പറയുകയാണ്. ജഡത്തിൽ വിതയ്ക്കുന്നവൻ നാശം കൊയ്യും, ആത്മാവിനാൽ വിതയ്ക്കുന്നവൻ നിത്യജീവനെ കൊയ്യും. ഇവിടെയും 2 വഴിയാണ്. ആ 2 വഴി തന്നെയാണ്. ഒന്ന് നാശത്തിലേക്ക് പോകും, അത് നാശത്തിലേ തീരുകയുള്ളൂ. നല്ല നിത്യജീവനിലേക്ക് കടന്നു പോകണമെന്ന വരിയിൽ ആത്മാവിനാൽ വിതയ്ക്കുന്നവൻ തന്നെ ആയിരിക്കണം. എങ്ങനെ നമുക്ക് വിതപ്പാനായിട്ട് സാധിക്കും? നാം തന്നെ നമ്മുടെ കളകളെയും നമ്മുടെ ജഡത്തെയും അതിന് ഉപയോഗപ്രദമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുമ്പോൾ അവിടെ വിതയ്ക്കുന്നത് നിത്യജീവനിലേക്ക് കടന്നു പോകാനുള്ള വിധ തന്നെ ആയിരിക്കാം. ഇന്ന് നമുക്ക് എന്താണ് ചെയ്യുവാനുള്ളത്? നമുക്ക് മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനും നിത്യജീവൻ്റെ അവകാശികളായി തീരുവാനായിട്ടും ദൈവം ഒരിക്കൽ കൂടി നമുക്ക് സമയം തരികയാണ്. നാം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വചനത്തിൽ വളരെ എല്ലാവരും വായിക്കുന്ന ഒരു വചനമുണ്ടല്ലോ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ചു. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചു എന്നല്ല, എന്നെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ദൈവം എനിക്ക് വീണ്ടും ഒരു ദിവസം കൂടെ എനിക്ക് ഈ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. മനസ്സാന്തരപ്പെടുന്ന ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് നാം കുറിവാക്യമായിട്ട് വായിച്ചല്ലോ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 14, ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. നാം കണ്ടു, വഴിയും വാതിലും യേശു കർത്താവ് മാത്രമാണ്. കർത്താവിലൂടെ അല്ലാതെ ഒരു വഴിയുമില്ല, വാതിലുമില്ല. അത് കണ്ടെത്തുവാൻ തൊക്കണം. കർത്താവെ, ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കുമാറണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഡ്യൂട്ടോണമിയിലേക്ക് കടന്നു വന്നപ്പോൾ ആവർത്തന പുസ്തകത്തിലേക്ക് കടന്നു വന്നപ്പോൾ നാം വായിച്ചു ഒരു വാചനം നാം വായിച്ചു മുമ്പേ. ഡ്യൂട്ടോണമി 30:15, ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന് നാം വായിച്ചു. എന്നാൽ അതിൻ്റെ 14-ാമത്തെ വചനം കൂടെ വായിക്കുമ്പോൾ, ഇന്ന് നീ അനുസരിക്കുവാൻ തക്കോണം വചനം നിനക്ക് ഏറ്റവും സമീപത്തും നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. നാം എവിടെയാണ് അന്വേഷിച്ച് പോകേണ്ടത്? ഈ വചനം എവിടെയാണ് ഈ അന്വേഷണം പോകേണ്ടത്? നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നെ നോക്കുക. നമ്മുടെ ഹൃദയത്തോട് സംവാദിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, പരിശുദ്ധാത്മാവ്. അത് നമുക്ക് പറഞ്ഞു തരും. നീ അനുസരിക്കുവാൻ തക്കോണം വചനം നിനക്ക് ഏറ്റവും സമീപത്തും നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. അതിനുശേഷമാണ് താഴെ 15 ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും എല്ലാം നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു പറയുമ്പോൾ, അതിനു മുമ്പായിട്ട് തന്നെ ഈ വചനത്തെ നമുക്ക് തന്നതിന് ശേഷമാണ് അവിടെയും ഒരു ന്യായവിധിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് അവിടെയും പഴയ നിയമത്തിൽ പോലും പറഞ്ഞിരിക്കുന്നത്. എത്ര സത്യസന്ധതയോടെ ഈ വചനങ്ങളെ നാം ഏറ്റെടുപ്പാം. ഈ വചനമാണ് നാം കണ്ടെത്തണമെങ്കിൽ എന്താ കണ്ടെത്തേണ്ടത്? ഈ വചനത്തെ നാം കണ്ടെത്തണം. അത് ഇന്ന് നിൻ്റെ ഹൃദയത്തിലും നിൻ്റെ വായിലും തന്നെ ഇരിക്കുന്നു. ആ വചനത്തെ നാം കണ്ടെത്തുവാനായിട്ട് നീ വേറെ എങ്ങും അന്വേഷിക്കേണ്ട. നിൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ഈ വചനം, ആ വചനം നാം എത്രമാത്രം അനുസരിക്കുന്നു, ആ വചനത്തെ നാം എത്രമാത്രം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ ബലപ്പെടുത്തുവാനായിട്ട് നാം താല്പര്യത്തോടെ വായിക്കുന്നു. ആ വചനമില്ല എന്നൊരിയിൽ ഈ കണ്ടെത്തൽ എങ്ങുമില്ലാതെ ആയിത്തീരും. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ.
നാമും ഈ കണ്ടെത്തുന്നവരുടെ കൂട്ടത്തിലായിത്തീരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അതിൻ്റെ ഇംഗ്ലീഷ് വായിക്കുന്നു, ഫോർ ദ ഗേറ്റ് ഈസ് സ്മോൾ ആൻഡ് ദ വേ ഈസ് നാരോ ദാറ്റ് ലീഡ്സ് ടു ലൈഫ് ആൻഡ് ദർ ആർ ഫ്യൂ ഹു ഫൈൻഡ് ഇറ്റ്. ദർ ആർ ഫ്യൂ ഹു ഫൈൻഡ് ഇറ്റ്. എത്ര ശക്തിയോടെ പറയുന്നത്! അത് വിശാലമല്ല. ഈ വചനം പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് വായിക്കാതെയും അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെയും ഇരിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും അത് കണ്ടെത്തുവാനായിട്ട് ഇടയായിത്തീരുകയില്ല എന്നും വചനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ലാഘവബുദ്ധിയോടെ അല്ലെങ്കിൽ വളരെ നിസ്സാരത്തോടെ ഈ വചനത്തെ നാം കൈകാര്യം ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും അത് ജീവനിലേക്ക് കടന്നു പോകാൻ ഇടയായിത്തീരുകയില്ല. എന്നാൽ അന്വേഷിക്കുന്നവന് തീർച്ചയായിട്ടും അത് കണ്ടെത്തുവാനായിട്ട് ഇടയായിത്തീരും. അതിന് ദൈവം നമ്മെ സഹായിക്കും. ഈ സമൃദ്ധിയായ ജീവനിലേക്ക് കടന്നു പോകാൻ തക്കണം കർത്താവ് നമ്മെ ഈ രാത്രികാലവും സഹായിക്കണം എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.